നമ്മൾ എവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. ചേച്ചിയുടെ വീട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ചേച്ചിയുടെ വീട്. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ചേച്ചിയുടെ വീട് എങ്ങനെയുണ്ട്, ആ ഭാഗം എങ്ങനെയുണ്ട്, ലൊക്കേഷൻ എങ്ങനെയുണ്ട് ഒന്നും അറിയില്ല. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നില്ലെങ്കിൽ മൈക്ക് മാറ്റാം ഗൈസ്. ഇതാണ് പോണ വഴി, നല്ല അടിപൊളി ട്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗോൾഡ് വാച്ച് കാണാം. ഇത് ഗോൾഡാണോ? ഗോൾഡ് തന്നെയാണ്. ഗോൾഡ് അസല് ഗോൾഡ് 916 ഇല്ല എന്നുള്ളൂ. ഗോൾഡ് കളറിൻ്റെ ഗോൾഡ് തന്നെയല്ലേ പറയാം. വെഡി ഓക്കെ, ഓൾമോസ്റ്റും എത്താറായെന്നല്ല എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ട്രാം ആയതുകൊണ്ട് ഒരു പഠിക്കലേറ്റവും വീണ്ടും എൻ്റെ ഗോൾഡ് വാച്ച്. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവിടെ നല്ല എന്താ പറയുക, ഇവിടെ ഫുൾ പച്ചപ്പാട്ടോ. അതെന്ത് ഇടിക്കണോ ഈ മരങ്ങളൊക്കെ വളർന്നു പോകണം. പിന്നെ ഈ കാട് ഫുൾ ഫോറസ്റ്റായ വഴിയുടെ ഈ ട്രാം ഇടയ്ക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിലേക്ക് മാത്രമല്ല കുറേ സ്ഥലങ്ങളൊക്കെ ഈ ട്രാം പോകുന്നുണ്ട്. പിന്നെ എന്താ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകൾ കാണാം. ഇന്നത്തെ ക്ലൈമറ്റ് ചെക്ക് ചെയ്തിട്ട് നോക്കി പറയുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന കാർമേഘങ്ങളാണ്. ഇന്ന് മഴ പെയ്യും, ഇന്ന് വെയിൽ വരണമെങ്കിൽ കുറുക്കൻ്റെ കല്യാണവും. ഓരോ അന്ധവിശ്വാസങ്ങൾ. വീണ്ടും എൻ്റെ ഗോൾഡ് വാച്ച്. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തി. വേറെ ട്രാമ് വന്നു, ആ ട്രാമ് പോയി. ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പറഞ്ഞ നല്ല കളർഫുള്ളായിട്ടുണ്ട് ഈ സ്ഥലം. ചുമന്ന ഇതൊക്കെ വെച്ചിട്ടുള്ള ഇതെന്തിനവിടെ വെച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ട്രെയിൻ ഇടിച്ച് കയറാതിരിക്കാനുണ്ട്. അപ്പുറത്തോടെ പോകാൻ ഇവിടെ വീടുകളൊക്കെ ഇരിക്കുന്നുണ്ട്. മേ ബി അതാവാം. പിന്നെ എന്തായാലും നല്ല ഗുഡ് പ്ലേസാണ്. നമ്മൾ വന്ന ട്രാമല്ലത്, അത് ഏതൊരു ട്രാമാണ്. പക്ഷേ നല്ലൊരു ലൊക്കേഷൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പെരുത്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ആദ്യം തന്നെ നല്ല ഐശ്വര്യം വിടർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ ആദ്യം കാണുന്നത് ചായപ്പീടികയാണ്. ചായപ്പീടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ കിയോസ്ക്. കിയോസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചായപ്പീടിക എന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറേ കാര്യങ്ങളുണ്ട്. പാർക്കിങ്ങിൻ്റെ സ്ലോട്ടുണ്ട് അവിടെ, സൈക്കിൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ. ഇനി ഈ മല്ലയി എവിടേക്ക് പോകണം, അവിടേക്ക് പോകണോ, ഇവിടേക്ക് പോകണോ എന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മാപ്പ് നോക്കേണ്ടി വരും. ബിക്കോസ് വഴി അറിയില്ലല്ലോ, പുതിയ സ്ഥലമല്ലേ. കൊള്ളാട്ടോ, നല്ല ലൊക്കേഷനാണ്. നമ്മൾ ഏത് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചരിത്രം, ഹിസ്റ്ററി ഞാൻ പറഞ്ഞു, ഹിസ്റ്ററി എല്ലായിടത്തും ഉണ്ട് ബ്രോ. 2013 തുടങ്ങിയ ഹിസ്റ്ററിയാണ്. ഇത് ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ്. അതൊക്കെ വായിക്കാൻ എനിക്ക് സമയമില്ല, കാരണം എനിക്ക് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്താൻ ഈ ഊട്ടി പോലത്തെ ഗ്രാമത്തിലത്തെ കിയോസ്കിൻ്റെ സൈഡിൽ നിന്നും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിലിരുന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം നമുക്ക് ഉണ്ട്. ബിക്കോസ് നമ്മുടെ വണ്ടി ഒരു പിടിക്ക് ലേറ്റാണ്. നമ്മൾ ഏത് ബസ് സ്റ്റോപ്പിലും പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലാനുകളുണ്ട്. ഓക്കെ, വണ്ടി എവിടേക്കാണ് പോണേ, എത്ര മണിക്കാണ് സമയം എന്നൊക്കെ നല്ല കൃത്യമായിട്ട് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് മോൺടാക് ടു ഫ്രൈടാക്, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ. ഇത് ശനിയാഴ്ച. പിന്നെ സൊൺടാഗ് ആൻഡ് ഫ്രൈടാക് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും, പിന്നെ ഫ്രൈടാക് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ. സോ ഇന്ന് സാംസ്ടാഗാണ്. ഞാൻ ഇന്ന് പോണ ടൈം നോക്കുകയാണെങ്കിൽ 1:52 വണ്ടിയുള്ളൂ. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്, പ്രകൃതിരമണീയമായ സ്ഥലത്ത്. എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഫോറസ്റ്റ് ഉണ്ടെന്നാണ് ചെറിയൊരു സംശയം കണ്ടിട്ട്. ആ ഭാഗത്തൊക്കെ നല്ലൊരു രസമുള്ളൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ടൈമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ സ്ഥലത്ത് വെറുതെ പോസ്റ്റായി കുറച്ച് നേരം നിൽക്കുന്നു. ഞാനങ്ങനെ പോസ്റ്റായി നിൽക്കുന്ന ഒരാളല്ല മാൻ. ഞാനെന്താ പോസ്റ്റ്, എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ സമുദ്രകളുണ്ട്. ഐ ടേക്ക് പിക്ചേഴ്സ് ബൈ ദ വേ. ആൻഡ് എൻ്റെ പിക്ചേഴ്സ് കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ. അപ്പുറത്തെ പേജിലേക്ക് പോവാം. അവിടെ ചെറിയ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഭയങ്കര അടിപൊളി പിക്ചറോ. ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിലും ഐ ലൈക്ക് മൈ പിക്ചേഴ്സ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു സീ മൈ പിക്ചേഴ്സ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് പേജ് ബ്രോ. ഈ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ എന്നോടൊപ്പം ഞാൻ തന്നെ പോട്ടെ. ഞാൻ പറഞ്ഞല്ലേ മഴക്കാറുണ്ടെന്ന്. നല്ല മഴ, നൈസ് മഴ. കുറച്ച് എസ്റ്ററ്റിക് ആയിക്കോട്ടെ. നല്ല മഴ. ആരോ ഇട്ടുപോയി എന്തോ മുകളിലേക്ക് തൂങ്ങിക്കിടുന്നുണ്ട്. ഐ തിങ്ക് സം കവർ, അറിയില്ല. ക്ലൗഡ്സ് ആർ മൂവിങ്. അപ്പുറത്തോട്ട് ചേട്ടൻ